നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ബില്ലി സൂൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല രൂപീകരിച്ചതും ആ ഫോർമുലയിലൂടെ ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്തു എന്നതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ. ആ വീഡിയോയിൽ പലരും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരിയധികം പേര് കമൻറ്റ് ചെയ്തു. അതിൽ പ്രധാനികളായിരുന്നു നിരീശ്വരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ആ നിരീശ്വരന്മാരുടെ കമൻറ്റുകളിൽ ചില കമൻറ്റുകൾ ദൈവം എങ്ങനെ ഉണ്ടായി എന്നുള്ളതായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഈ നിരീശ്വരന്മാരും വിശ്വാസികളാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഹാസേന പലരും കമൻറ്റുകളൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും അവർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദൈവം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കരുതുന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാമെന്നുള്ളതാണ്. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് തന്നെ, ഞാൻ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ഈ ചോദ്യത്തിന് ഒരുപാട് വർഷത്തെയോ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ പഴക്കമുള്ള ചോദ്യമാണ്. ഏതാണ്ട് മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ളത്. എന്നാൽ ഈ ചോദ്യം അധികവും ഈ കാലഘട്ടങ്ങളിൽ ചോദിക്കുന്നത് നിരീശ്വരന്മാരായിരിക്കുന്ന ആൾക്കാരാണ്. നിരീശ്വരന്മാർ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ വിശ്വാസികളോട് ഈ ചോദ്യം ചോദിക്കുന്നതിലൂടെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു ബോധമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു ബോധമാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നതിലൂടെ പൊതുസമൂഹത്തിന് കൊണ്ടുവരുന്നത്. ദൈവം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ട് തന്നെ ആ ചോദ്യം അടിസ്ഥാനപരമായിട്ട് ഒരു കാറ്റഗറിക്കൽ ഫാലസിയാണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ കാറ്റഗറിക്കൽ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചുവന്ന നിറത്തിന് എന്ത് രുചിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കാറ്റഗറിക്കൽ ഫാലസിയാണ്. അല്ലെങ്കിൽ നീല നിറത്തിന് എന്ത് വെയിറ്റാണ് അല്ലെങ്കിൽ എന്ത് ഭാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കാറ്റഗറിക്കൽ ഫാലസിയാണെന്ന് കാണാൻ കഴിയും. കാരണം നിറമെന്ന് പറയുന്നതും രുചി എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാറ്റഗറിയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം അവിടെ ഉണ്ടാകണം. എന്ന് പറഞ്ഞ പോലെ തന്നെ സൃഷ്ടിയും സൃഷ്ടാവും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം അവിടെ ഉണ്ടാകണം. അതില്ലാതെ വരുന്ന സമയത്താണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്, ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്ന് പറയുന്ന ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കാറ്റഗറിക്കൽ ഫാലസിയാണ്. കാരണം മനുഷ്യനെന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടതാണ്, ജീവജാലങ്ങളെന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടതാണ്, അതുപോലെ തന്നെ പ്രപഞ്ചം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവന് ആരംഭവുമില്ല, അവന് അവസാനവും ഇല്ല എന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ചോദ്യം ബാധകമാകുന്ന ദൈവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ബാധകമാകുകയുള്ളൂ. ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ദൈവത്തോട് ചോദിക്കാം എന്താണ് ഹൂ ക്രിയേറ്റഡ് എന്നുള്ളത്. എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനായിരിക്കുന്ന സകലത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ആരംഭവും അവസാനവും ഇല്ലാത്തവനായിരിക്കുന്ന ഒരു ദൈവത്തോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമല്ല ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്ന് പറയുന്നത്. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അവൻ സൃഷ്ടാവാണ്, അവന് ആരംഭവുമില്ല, അവന് അവസാനവുമില്ല. അതുകൊണ്ട് നിരീശ്വരന്മാരുടെ തലതൊട്ടപ്പനായിരിക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസ് എഴുതിയ പുസ്തകമാണ് ഗോഡ് ഡിലൂഷൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന് ആ പേരിനേക്കാൾ കുറച്ചുകൂടി നല്ല പേരായിട്ട് ചേരുന്നത് ക്രിയേറ്റഡ് ഗോഡ് ഡിലൂഷൻ എന്ന് പറയുന്നതാണ്. ഒരു ക്രിയേറ്റഡ് ഗോഡിന് അതിലെ വിമർശനങ്ങൾ ഒരുപക്ഷെ ചേർന്നേക്കാം, എന്നാൽ ഒരു അൺക്രിയേറ്റഡ് ആയിട്ടുള്ള ഗോഡിന് ചേരുന്നതല്ല അതിലെ വിമർശനങ്ങൾ. അതുകൊണ്ട് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ക്രിയേറ്റഡ് ഗോഡ് ഡിലൂഷൻ എന്നാക്കുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കും. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതയായിട്ട് ബൈബിൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവന് ടൈം, സ്പേസ്, മാറ്റർ ഇത് ബാധകമല്ലാത്ത ഒരു ദൈവത്തെയാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം ബാധകമല്ലാത്ത, സ്പേസ് ബാധകമല്ലാത്ത, മാറ്റർ അല്ലാത്തത് ആയിട്ടുള്ളൊരു ദൈവം, അങ്ങനെയുള്ള ഒരു ദൈവത്തെ മാത്രമേ നമുക്ക് ദൈവം എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഒന്നിനെയും നമുക്ക് ദൈവം എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്ന് പറയുന്ന ചോദ്യം ഇവിടെ അപ്രസക്തമായി മാറുകയാണ്. കാരണം എന്താണ്, ടൈമോ സ്പേസോ അതുപോലെ തന്നെ മാറ്ററോ ബാധകമല്ലാത്ത, എന്താ പറയുക, മെറ്റീരിയൽ അല്ലാത്ത, തീർത്തും ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിനോട് നിങ്ങൾ ചോദിക്കുകയാണ് ഹൂ ക്രിയേറ്റഡ് എന്ന് ചോദിക്കുന്ന ചോദ്യം അത് അബദ്ധമാണ്, ശുദ്ധ അബദ്ധമാണെന്നുള്ളതാണ് അതിൽ നിന്ന് തെളിയുന്നത്. ഈ ചോദ്യം കൂടുതലായിട്ട് ചോദിക്കപ്പെടാനായിട്ട് തുടങ്ങിയത് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് കാര്യകാരണ നിയമം, എന്തിനും ഒരു കാരണമുണ്ട്. അതായത് ഈ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിൽ ഒരു കാരണമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മനുഷ്യൻ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള കാരണമുണ്ട്, അതുപോലെ തന്നെ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഒരു കാരണമുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതിന് പിന്നിൽ എന്തുണ്ട്,
ഒരു കാരണമുണ്ട്, അതാണ് ഗോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോഡിന് പിന്നിൽ എന്തുണ്ട്? ഒരു കാരണം ഉണ്ടാകണ്ടേ എന്നാണ് ഉള്ളൊരു ചോദ്യം അവിടെ വരുന്നു. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് പലരും ഈ ചോദ്യം ചോദിക്കുന്നത്, അതാണ് ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ചോദ്യം പല ആവർത്തിയായിട്ട് ഇങ്ങനെ പലരും അങ്ങനെ ചോദിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രാപഞ്ചിക നിയമമാണ്. ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക നിയമമാണ്. പ്രപഞ്ചത്തിനുള്ളിൽ ബാധകമാകുന്നതായിരിക്കുന്ന ഒരു നിയമമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് ആര്? ദൈവം എന്ന് പറയുന്നത്. ദൈവം പ്രപഞ്ചത്തിനുള്ളിൽ നിൽക്കുന്നത് ആയിരിക്കുന്ന ആളല്ല. ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചികമായിരിക്കുന്ന നിയമങ്ങളെല്ലാം വെച്ചവനാണ് ആര്? ഈ ദൈവം എന്ന് പറയണം. ആ ദൈവത്തിന് ആ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ ബാധകമാകുന്നില്ല. അവൻ ഈ നിയമങ്ങളെ കൊടുത്തവനാണ്. അവൻ ഈ പ്രപഞ്ചത്തിന് വെളിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവത്തോട് ചോദിക്കുകയാണ്, എന്താണ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പിന്നിൽ എന്താണ്? ദൈവം ഉണ്ടാകുന്നതിന് ഒരു കാരണം ഉണ്ടാകണ്ടേ എന്ന് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാറ്റഗറിക്കൽ ഫാലസി ആയിട്ട് അവിടെ നിലനിൽക്കുകയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവന് ഫിസിക്സ് ബാധകമല്ല, അവൻ മെറ്റീരിയൽ അല്ല. ദൈവം എന്ന് പറയുന്നത് ആരല്ല? മെറ്റീരിയൽ അല്ല. ടൈമോ സ്പേസോ മാറ്ററോ ബാധകമല്ലാത്ത സ്പിരിച്വൽ ആണ് ആര്? ദൈവം എന്ന് പറയുന്നത്. ആത്മാവാണ് ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിന് എന്ത് ബാധകമല്ല? ആ ദൈവത്തിന് ഈ മെറ്റീരിയൽ വേൾഡിൻ്റെതായിരിക്കുന്ന നിയമങ്ങൾ എന്നല്ല ബാധകമല്ല. നിങ്ങളാ പറയുന്ന വാദം വളരെ ബാലിശമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ദൈവമല്ല. ദൈവം മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ദൈവമല്ല. ദൈവം ടൈമിനും സ്പേസിനും ഒക്കെ ബാധകമാകുന്ന വിധത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദൈവമല്ല. ദൈവത്തിന് ദൈവമായിരിക്കാൻ സാധിക്കില്ല എന്നാണ് ബൈബിൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഡെഫിനിഷൻ. നമ്മൾ മാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മാറ്റർ എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് തുടങ്ങിയ അവയെല്ലാം മാറ്ററാണ്. അവയ്ക്ക് നിൽക്കാനായിട്ട് എന്ത് വേണം? സ്പേസ് വേണം. ദൈവം മാറ്റർ ആണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്ത് വേണം? നിൽക്കാനായിട്ട് സ്പേസ് വേണം. അത് ദൈവത്തിൻ്റെ എന്തിനെ കാണിക്കുന്നു? ദൈവത്തിൻ്റെ ബലഹീനതയാണ് കാണിക്കുന്നത്. ദൈവത്തിന് നിലനിൽക്കാനായിട്ട് ഒന്നിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. സ്പേസിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. മാറ്ററിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. ടൈമിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ബലഹീനനാണ്. ആ ദൈവം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് ഗോഡാണ്. അങ്ങനെയുള്ള ദൈവത്തോട് നിങ്ങൾക്ക് ചോദിക്കാം, ഹൂ ക്രിയേറ്റഡ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് തെറ്റിപ്പോയി എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെക്കുറിച്ച്, ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം അതിനെ വിമർശിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടേതല്ല ദൈവം, നിരീശ്വരന്മാരുടേതല്ലല്ലോ ദൈവം. അതുകൊണ്ട് ദൈവത്തെ ഡിഫൈൻ ചെയ്യേണ്ടത് ആരാണ്? ബൈബിളിലെ ദൈവത്തെയാണ് നിങ്ങൾ വിമർശിക്കുന്നതെങ്കിൽ ആ ഗ്രന്ഥമാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിലെ ദൈവത്തെയാണ് നിങ്ങൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥമാണ് എന്ത് ചെയ്യുന്നത്? അതിൽ ദൈവത്തെ ഡിഫൈൻ ചെയ്യേണ്ടത്. അല്ലാതെ നിരീശ്വരന്മാരല്ല എന്ത് ചെയ്യേണ്ടത്? ദൈവത്തെ ഡിഫൈൻ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ലോക ചരിത്രത്തിൽ ഇന്നേ വരെ മനുഷ്യൻ ചോദിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് മനുഷ്യൻ്റെ അജ്ഞതയെ ഏറ്റവും അധികമായി തുറന്നു കാണിക്കുന്ന, ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്ന് പറയുന്ന ചോദ്യം. അതൊരു സൃഷ്ടാവായ, ആരംഭവും അവസാനവും ഇല്ലാത്ത, ആൽഫയും ഒമേഗയുമായിട്ടുള്ള ഒരു ദൈവത്തോടാണ് ചോദിക്കുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിഡ്ഢിത്തപരമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ഫാലസിയാണ്. അതൊരു അജ്ഞതയിൽ നിന്നുകൊണ്ടും ദൈവത്തെക്കുറിച്ച് വേണ്ട വിധം മനസ്സിലാക്കാത്തതിൻ്റെ പരിണിത ഫലമായിട്ട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.